വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അൺബോക്സ് വീഡിയോ ആയിട്ടാണ്. സോ സ്പെഷ്യൽ അൺബോക്സ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൽ എന്താണ് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന്. സോ ഇത് എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഞാൻ കാത്തിരുന്ന് ഇന്ന് ഇച്ചിരി നേരം മുന്നേ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ബോക്സാണ്. സോ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതെന്തൊരു ചെറിയ ബോക്സ് ആയിക്കോട്ടെ, അത് നമുക്ക് എല്ലാവർക്കും ഒരു ട്രഷർ ബോക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഫുഡ്, ഒരുപാട് ഡ്രസ്സ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു പാഴ്സൽ ബോക്സ് അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഈ കത്രിക വെച്ചിട്ടൊന്ന് ട്രൈ നോക്കാം. ഇത് ആക്ച്വലി ഇവിടുത്തെ ഫിഷ് കട്ട് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് വേറെ വലിയ സിസർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തുറന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ഇതെനിക്ക് ഇപ്പോൾ ഫുള്ള് തുണിയാണ്. തുണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്കങ്ങനെ ഇന്ത്യൻ ക്ലോത്ത്സ് ഒന്നും അങ്ങനെ അധികം കിട്ടത്തില്ല. ഉണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര വിലയായിരിക്കും. അപ്പം ഞാനിത് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കുറച്ചധികം കുർത്തയൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ ഞാനൊരു ഷോപ്പിൽ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നതാണ്. അതിനകത്ത് കൂടുതലും എനിക്ക് 1-2 സാധനങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട്. അപ്പം ഞാൻ അതാണ് ഏതൊക്കെയാണ് എൻ്റെ കുർത്തീസ് എല്ലാം കൂടെ ഞാനാണെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നും പിന്നെ എല്ലാം ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഇപ്പം ഞാൻ തൽക്കാലം എന്തൊക്കെ ഈ ബോക്സിലുള്ളതെന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. സോ ഇതൊക്കെ കുർത്തീസാണ്. ഇതെൻ്റെ പേരാണ്. ഇതൊരു ടോപ്പ്, ഇതെൻ്റെ ഒരു ടോപ്പ്, ഇതൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. ഇതെൻ്റെ ഒരു ടോപ്പ്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. ഇതെൻ്റെ ടോപ്പ്, ഇതെൻ്റെ സാരിയുടെ ബ്ലൗസ്, ഇതെൻ്റെ ടോപ്പ്, ഇതെൻ്റെ ഒരു പെയർ ഓഫ് കുർത്ത. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് ഒരുമാതിരി ആക്രാന്തമാണ്. ഇതെൻ്റെ ഒരു കുർത്ത സെറ്റ്. ഇത് എനിക്ക് ഓണത്തിനിടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് നെക്സ്റ്റ് ഓണം വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഇന്ന് മിക്കവാറും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇത് വിറ്റിട്ട് ഒരു പട്ടി ഷോ കാണിക്കുന്നതായിരിക്കും. സോ ഇതൊരു ദാവണി പോയിട്ടൊരു കാഴ്ച. അപ്പോൾ ഇത് കുറച്ച് ജ്വൽസാണ്. സ്കിൻകാസൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. ഇതൊക്കെ ബേക്കറി ഐറ്റംസ് ആണ്. ആക്ച്വലി ഒരുപാടുണ്ട്. ഇത് കറിവേപ്പില. ഇവിടെ നമുക്കങ്ങനെ കറിവേപ്പില കിട്ടുമെങ്കിലും നല്ല വിലയാണ്.
പിന്നെ നമുക്ക് ഒത്തിരി നാളുകൾ ഇരിക്കത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ ഷോപ്സ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ പോയിട്ട് വേണം നമുക്ക് ഈ കറിവേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഉണക്കി തന്നിടാൻ പറഞ്ഞതാണ്. സോ അതാണിത്. ഇതെന്താണെന്ന് പൊട്ടിച്ചു. കപ്പ വറുത്തത്. ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി. മഞ്ഞ മിച്ചർ. ഇതും എൻ്റെ ഒരു സാരിയാണ്. 2 സാരിയുണ്ട്. ഒന്നൊരു സെറ്റ് സാരി, ഒന്നൊരു നോർമൽ കോട്ടൺ സാരിയുമാണ്. ഇതും ഞാൻ പറ്റിയാൽ ഓണത്തിന് തന്നെ ഇടാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ സാരമില്ല, ഓണം ഇനിയും ഉണ്ടല്ലോ. ഞാൻ എന്തായാലും മറ്റു ധാവണ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. കാരണം ഞാനത് വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇത് അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയുള്ള അണ്ടർ സ്കേർട്ട്. ഇതൊക്കെ സാരിയുടെ സാധനങ്ങൾ. ഇത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തേന്ന്. ഓക്കെ, ഇതൊരു സ്കേർട്ടാണ്. അടിപൊളി സ്കേർട്ടാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം. എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ കാണിക്കുന്ന വേറൊരു വീഡിയോ ചെയ്യാവേ. ഇപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെല്ലാം കഴിക്കാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചക്ക വറുത്തത്. ഇതൊരു സ്ക്രബ്ബർ. ബ്രൂവിൻ്റെ കുഞ്ഞു പാക്കറ്റ്. ബ്രൂവിൻ്റെ പാക്കറ്റ് ആക്ച്വലി ഇവിടെ കിട്ടും. പക്ഷെ എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു പാക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. പിന്നെ ഹോർലിക്സ്. പിന്നെയും ബ്രൂവിൻ്റെ പാക്കറ്റ്. അടപ്രഥമൻ്റെ മിക്സ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പാലട മിക്സ്. ബേക്കറി ആണെന്ന് തോന്നുന്നു. പേര് വെച്ചിട്ടുണ്ട് ആക്ച്വലി. കുഴലപ്പം. ഇത് കുഴലപ്പമല്ല, ഇത് നുറുക്കാണ്. ഓക്കെ, നുറുക്ക് എനിക്ക് മമ്മി വീട്ടിൽ തന്നെ ചെയ്ത് തന്നു വിട്ടാണ്. സോ ഇത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനത്തേക്കാളും ഭയങ്കര സ്പെഷ്യലായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് തന്നു വിടുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലത്തെ ടേസ്റ്റ് മിസ് ചെയ്യുമല്ലോ. സോ ഇത് നുറുക്ക്. ഇത് ഊട്ടി വറുക്കി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഊട്ടി വറുക്കി എന്നാണ് പറയുക. ഇങ്ങനെ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ഊട്ടി വറുക്കി എന്നാണ് പറയുക. പല സ്ഥലത്തും ഇതിന് പല പേരായിരിക്കും പറയുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയാന്ന് നിങ്ങൾ പറയാം. ഇതിനകത്ത് പിന്നെയും പാക്കറ്റ്. ഇത് ചിപ്സ്. നമ്മുടെ സാധാ ബനാന ചിപ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബനാന ചിപ്സ്. പിന്നെ ഇതുപോലെ കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും ബ്രൂവിൻ്റെ പാക്കറ്റ്. ഇത് കുഴലപ്പം. ഇതാണ് കുഴലപ്പം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബോക്സ് കാലി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവർ കൊടുത്തു വിട്ട്. ആക്ച്വലി ഇനി ഒരു ബോക്സും കൂടെ വരാനുണ്ട്. അത് പക്ഷെ അവർ അയച്ചിട്ടില്ല. ഇതുവരെ കഴിഞ്ഞിട്ടാണ് അയക്കാന്നുള്ള ഇതിലിരിക്കുമായിരുന്നു. സോ അടുത്ത ബോക്സ് വരുമ്പം ഞാൻ അതിൻ്റെയും ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം. ഇതിനകത്ത് ആക്ച്വലി കൂടുതലും ക്ലോത്ത്സ് ആയിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ച് പാത്രങ്ങളും
പിന്നെ അല്ലറ ചില സാധനങ്ങളൊക്കെയാണ്. ഈ ബോക്സിലെ 90% സാധനങ്ങൾ എനിക്കറിയുന്നു, പക്ഷെ 10% സാധനങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ എന്തൊക്കെയാണല്ലോ നമ്മൾക്കിപ്പം നമുക്ക് അറിയുന്ന സാധനമാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയുമെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫീലിങ്സ് വേറെയാണ്. ആൻഡ് എസ്പെഷ്യലി അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന ഒരു സാധനമാണെങ്കിൽ അവരത്രയ്ക്ക് സ്നേഹത്തോടെ കൊടുത്തു വിടുന്നൊരു സാധനം ഇവിടെ വന്ന് അൺബോക്സ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഫീലാണ്. സോ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് എനിക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കും. എനിക്ക് ക്ഷമയില്ല. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഞാനത് വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാനത് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കും. അതെന്തെന്ന് എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഒട്ടും ക്ഷമയില്ല. എനിക്ക് എല്ലാം അപ്പം തന്നെ എനിക്ക് തുറന്ന് നോക്കണം എന്ന ഒരു ക്യൂരിയോസിറ്റി കൂടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ തിരിച്ച് എടുത്തു വെക്കണം എനിക്ക്. അതായത് ഒന്നും കൂടി ഇതൊന്ന് വിശദമായി പരിശോധിച്ച് എനിക്കത് എടുത്തു വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.